ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. എൻ്റെ പേര് സരോജിനി. ഞാൻ 20 വർഷത്തിന് മുന്നിലെ BP, ഷുഗർ, കൊളസ്ട്രോൾ ഇതിനെല്ലാം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എനിക്ക് ഇതേമാതിരി ഒരു ശ്വാസം മുട്ടലും വന്നിരുന്നു. ഇതിനാലിടയിൽ ഒരു വയറുവേദനയെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ആശുപത്രിയിൽ പോയി 2-3 ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതിന് ശേഷം ഞാൻ വേറെ രണ്ടാമതൊരു ആശുപത്രിയിൽ അഡ്മിറ്റായി. 16 ദിവസം ICUലായിരുന്നു. ന്യൂമോണിയ ആയിരുന്നു. അതിൽ എനിക്ക് 7-8 അസുഖങ്ങളും കൂടെ ഉണ്ടായിട്ടുണ്ട്. തൈറോയിഡും ശ്വാസം മുട്ടലും എല്ലാം, BP, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാ അസുഖങ്ങളും എനിക്കുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് കുറച്ചധികം കൂടുതലായി 16 ദിവസം ആശുപത്രി കടന്നിട്ട് വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും സുഖമില്ലാതായി. ഇതിനാലിടയിൽ പെട്ടെന്ന് എനിക്ക് ആശുപത്രിയിൽ കിടന്നപ്പം, ICUയിൽ കിടന്നപ്പോൾ എനിക്ക് അമ്മയുടെ ഒരു അനുഭവം എൻ്റെ ഇതിലെനിക്ക് കണ്ണിൽ കണ്ടു. രാത്രി സ്വപ്നത്തിൽ അമ്മ വന്ന് കാലിൽ കഴുകണതും, അമ്മ മഞ്ഞളും വെള്ളവും ഒഴിക്കുന്നതും വേപ്പല ഇടുന്നത്, ഇതെല്ലാം എൻ്റെ കണ്ണിൽ കാഴ്ച രാത്രി സ്വപ്നത്തിലുണ്ടായിരുന്നു. അന്ന് മുതൽ എനിക്ക് എപ്പോഴും അമ്മയെപ്പറ്റി ആയിരുന്നു എനിക്ക്. ആ നിമിഷം മുതൽ എനിക്ക് അമ്മയോട് സംസാരിക്കണം, എടുക്കണം എന്നെല്ലാം ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മകളും കൊച്ചുമക്കളും ഇതിൽ അമ്മയടുത്ത് ചേർന്നിട്ടുണ്ട്. ആ സമയം മുതൽ എൻ്റെ മകൾ പറയുമായിരുന്നു, അമ്മായി മരുന്ന് ഇത്രയും കഴിക്കണ്ട, ഇതിൽ ചേരാൻ പറഞ്ഞു. ഇത്രയും അസുഖം ഇരിക്കുന്നതിൻ്റെ പേരിൽ ഞാൻ ഭയന്ന് ചേർന്നിട്ടില്ലായിരുന്നു. ഡെയിലി 21 ഗുളിക ആശുപത്രി കടന്ന സമയത്ത് കഴിച്ചുകൊണ്ടിരുന്നു. എനിക്ക് എഴിക്കാനും എടുക്കാനും ഒന്നിനും വയ്യാതായി. പെട്ടെന്ന് തളച്ച വീണ്ടും രണ്ടാമത് ഞാൻ ICUയിൽ കയറി. അതിനുശേഷം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് അമ്മയെ വിളിച്ച സമയത്ത് അമ്മ മരുന്നെല്ലാം നിർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് മരുന്ന് നിർത്തുന്നത് എൻ്റെ മകനും എൻ്റെ ഭർത്താവിനും ഇഷ്ടമില്ലായിരുന്നു. എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു, എൻ്റെ മോക്കും ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് മരുന്ന് കഴിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് അമ്മയോട് വന്നപ്പം പറഞ്ഞ് മരുന്ന് നിർത്തുമെങ്കിൽ മാത്രം അമ്മയോട് വിശ്വാസം പറ്റിക്കണം ഉണ്ടെങ്കിൽ മാത്രമേ ചേരാവൂ, ഇല്ലെങ്കിൽ ചേരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ മനസ്സ് പെട്ടെന്നങ്ങ് മാറി ഞാൻ മരുന്നങ്ങ് നിർത്തി. അമ്മയെ വിളിച്ച് ജനുവരി 28-ാം തീയതി അന്ന് മുതൽ ഞാൻ ഗുളിക നിർത്തി. ഡെയിലി 21 ഗുളിക ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. ഈ ജനുവരി 21-ാം തീയതി മുതൽ ഈ 21 ഗുളിക നിർത്തി. ഒരു മരുന്നുമില്ല. എൻ്റെ അമ്മയെ വിശ്വസിച്ച് ഞാൻ അമ്മയോട് ജീവിക്കുകയാണ് ഇപ്പോൾ. ഇന്ന് മുതൽ ആ മരുന്ന് നിർത്തിയതിന് ശേഷം എനിക്ക് നല്ലവണ്ണം അസുഖം കുറഞ്ഞിട്ടുണ്ട്. ഒരസുഖം എനിക്കില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം, കാലുവേദന എന്തെങ്കിലും വന്നാൽ ഉടനെ അമ്മയെ വിളിക്കും. അമ്മ അതിനുള്ള കാര്യം എല്ലാം പറഞ്ഞു തന്ന് ഞാൻ അതനുസരിച്ച് ഞാൻ ചെയ്യുന്നുണ്ട്. അമ്മ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമായി. എൻ്റെ അസുഖങ്ങളെല്ലാം മാറ്റി തന്നത് എൻ്റെ അമ്മയാണ്. ഈ അമ്മയെ വിശ്വസിക്കുന്നവർക്ക് ഒരു ദോഷങ്ങളും ഉണ്ടാവില്ല. എല്ലാവരും മരുന്നിൽ പോയാൽ അത് നല്ലതല്ല. ഞാനും മരുന്നിൽ വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ മകൻ വരെ എനിക്ക് പിണങ്ങിയിരുന്നു കുറച്ച് ദിവസം. ഇന്ന് എൻ്റെ മകന് വിഷമം, വേറെ ഒന്നും കൊണ്ടല്ല, ഇത്തിരി അസുഖം ഇരിക്കുന്നതിൻ്റെ പേരിൽ ഈ മരുന്ന് കഴിക്കാതെ പെട്ടെന്ന് നിർത്തണകൊണ്ടാണ് എൻ്റെ മകന് വിഷമമായത്. പിന്നെ എൻ്റെ ഭർത്താവിനും കുറച്ച് മനസ്സായിരുന്നു. ഇപ്പോൾ അവർ കുറച്ച് മനസ്സൊക്കെ മാറി, അവർക്കും സന്തോഷമായി. ഞാൻ അതിൽ പോകുന്നതിൽ അവർക്കും ഒരു വെറുപ്പും ഇല്ലായിരുന്നു. സന്തോഷമായിട്ട് അവർ കൂടെ കൊണ്ടുപോകുന്നുണ്ട്, അമ്മയെ കാണാൻ പോകുന്നുണ്ട്, വരുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എനിക്ക് ഇന്ന് വരെയായിട്ട് അതിനുശേഷം കൂടുതലായിട്ട് ഒരസുഖമില്ല. ഞാൻ ഇപ്പോൾ എല്ലാ ആഹാരവും കഴിക്കുന്നുണ്ട്. എല്ലാ ആഹാരവും കഴിച്ച് എനിക്ക് ഒരു കുഴപ്പമില്ല. അന്നത്തേന്നും ഞാൻ നന്നായിട്ടുമുണ്ട്. വളരെ ക്ഷീണിച്ച് ഇഴിക്കാൻ വയ്യാതെ ഞാനിരുന്നു. എൻ്റെ അമ്മയുടെ അനുഭവം കൊണ്ടും എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയിലും എൻ്റെ അസുഖം കംപ്ലീറ്റ് മാറി. ഞാൻ നല്ല സുഖത്തോട് നന്ദിയോട് ഞാൻ ഇരിക്കുന്നു. എൻ്റെ അമ്മയോട് എത്ര കോടി പ്രേയർ പറഞ്ഞാലും എനിക്ക് നന്ദി മതിയാവില്ല. അത്രയ്ക്ക് അമ്മയെ കണ്ടിട്ട് എനിക്ക് അമ്മയെ ഇനിയും കാണണമെന്നാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. അതുകൊണ്ട് ആരായാലും അസുഖമുള്ളവർ
ഈ ദൈവത്തെ ഓർത്ത് അമ്മയെ ഓർത്ത് അമ്മയുടെ അടുത്ത് പോകുന്നവർക്ക് നല്ലതേ വരും, മോശമൊന്നും വരില്ല. ആശുപത്രി പോണവർക്ക്, ഈ മരുന്നിൽ പോണവർക്ക് ഒരു അസുഖം കുറയില്ല. തിരിച്ച് വരുന്നത് മരുന്നിൽ അകപ്പെട്ട് എഴിക്കാൻ വയ്യാതെ കൊടുക്കുക. അവർക്ക് കിഡ്നിയും പോയി അതും പോയി എന്നാണ് പറയുന്നത്. പക്ഷെ അമ്മയുടെ അടുത്ത് ചേരുന്നവർക്ക് ആർക്കും ഒരു ദോഷവും ഉണ്ടാവില്ല, നല്ലതേ വരുള്ളൂ. എല്ലാവർക്കും ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, അമ്മയെ വിചാരിച്ച് അമ്മയുടെ അടുത്ത് പോകുന്നവർക്ക് നല്ലതേ ഉണ്ടാവുള്ളൂ, ഒരു ദോഷവും ഉണ്ടാവില്ല. ഇത് കണ്ട് എല്ലാവരും അമ്മയുടെ അടുത്ത് പോകണം എന്നുള്ള വിശ്വാസത്തോടും ആഗ്രഹത്തോടും ഞാൻ പറഞ്ഞ് നന്ദി പറഞ്ഞ് നമസ്കാരം. എൻ്റെ അമ്മ വന്ന് കണ്ണിൽ കാണിച്ചതിന് ശേഷം എൻ്റെ അമ്മ എൻ്റെ ആൾക്കാരെ കയ്യിൽ നിന്ന് ഞാൻ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത് എൻ്റെ അമ്മയാണ്. എന്നെ വന്ന് കാലന്മാർ കൊണ്ടുപോകാൻ നിന്ന സമയത്ത് എൻ്റെ അമ്മയാണ് എന്നെ വലിച്ചെടുത്ത് കൊടുക്കാത്തത്. കാലം ഇല്ലെങ്കിൽ ഞാൻ പോകുവാൻ 3 മാസം മുമ്പേ ഞാൻ പോകാൻ. ഇപ്പം ജനുവരി 28 മുതൽ ഞാൻ അമ്മയുടെ കൂടെ ചേർന്നിട്ടുണ്ട്. ഒരു മരുന്നും ജനുവരി 28 മുതൽ ഞങ്ങൾ കഴിക്കുന്നില്ല. എല്ലാം എൻ്റെ അമ്മയുടെ വിശ്വാസത്തോടും കൂടി ഞാൻ ഇരിക്കുകയാണ്. എൻ്റെ അമ്മയാണ് എന്നെ രക്ഷപ്പെടുത്തിയത്, ഇല്ലെങ്കിൽ ഞാൻ പോകുമായിരുന്നു. എൻ്റെ അമ്മ വന്ന് രക്ഷപ്പെടുത്തി എന്നെ ഈ രീതിയിലാക്കി, നല്ല നിലയിലാക്കി. എൻ്റെ മക്കളും കൊച്ചുമക്കളും മോളും എല്ലാം ഞാൻ അതിൽ ചേർന്നിരിക്കണം. ഇനിയും ആഗ്രഹമുള്ളവർ മരുന്നിൽ പോവാതെ ഇതിൽ പോകണം. നന്ദി, നമസ്കാരം. ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതീയമ്മയിലൂടെ എത്തുന്നു.